ഏതോ തിരുമേനി അവിടുത്തെ അമ്മയോട് പറഞ്ഞത്രേ, മരണം നടന്ന വീടായതുകൊണ്ട് ചന്ദ്രോത്ത് താമസിക്കുന്നത് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന്. ആ, അതുകൊണ്ടാണോ? അപ്പൊ പ്രേതപേടിയാണ് പ്രധാന കാരണം. അത് ഞാൻ അറിഞ്ഞില്ല. കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടവര് പേടിക്കണം. എന്തായാലും കുറെ ദൂരെ വീട് കണ്ടുപിടിച്ച് രാത്രിക്ക് മാറിയത് നന്നായി. പുതിയ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ പ്രേതം നാണം കെട്ട് ആത്മഹത്യ ചെയ്യുമല്ലോ. കഷ്ടം തന്നെ. നല്ല വീടായിരുന്നു, മാറണ്ടായിരുന്നു. മനസ്സിന് സുഖം കിട്ടാതിരുന്ന ഏത് കൊട്ടാരത്തിലും താമസിച്ചിട്ട് കാര്യമുണ്ടോ? കൂടിലാണെങ്കിലും സന്തോഷം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഇതിപ്പോ താൽക്കാലികമായിട്ട് മാറിയതാച്ചാ. ആ, ഇപ്പം മാറിയ വീട് പ്രേതം കണ്ടുപിടിച്ചു വന്ന വേറെ വീട് അല്ലേ? നീ ഒന്ന് വെറുതെ ഇരിക്കോ ശാരി. ആ, അവരായി അവരുടെ പാടായി. അന്ധവിശ്വാസികളുടെ ഇടയിൽ നിന്ന് ചേച്ചി രക്ഷപ്പെട്ടു വന്നല്ലോ, വളരെ നല്ലത്. ഉണ്ടാവണം. ഇതിങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. നമ്മുടെ വെളിപ്പുറത്ത് അവനുണ്ടാവണം. ആ, നന്ദൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. ഇല്ലെങ്കിലെന്തോ ഭീഷണിയുടെ പുറത്ത് ഫോൺ ഉപേക്ഷിച്ചു. ആ, അതാ നല്ലത്. കെവിനുണ്ടല്ലോ. ശരി, എന്തായാലും ഇനി അവനെ വാ തുറക്കാൻ അനുവദിക്കരുത്. ആ, ഓക്കെ, ബൈ. എന്താ? ആർക്കാ നീ ഫോൺ ചെയ്തേ? ഇസബല്ലയ്ക്ക്. എന്തിനാ പിന്നെ അവളെ വിളിക്കുന്നേ? ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും പോരാഞ്ഞിട്ടാ? നോക്ക് ഋഷി, പലവട്ടം പറഞ്ഞു എത്രയും വേഗം എല്ലാം അവസാനിപ്പിക്കണമെന്ന്. ഇനിയും അനുസരിക്കാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ ആ സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും. അമ്മേ, ഞാൻ പറഞ്ഞു, ഇതൊരു പകരം ചോദിക്കല. അതിന് അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. ലക്ഷ്യം പൂർത്തിയാക്കാൻ സമയവും എടുക്കും. വിചാരിക്കുന്ന നേരത്തൊക്കെ അവസാനിക്കണമെന്നില്ല. എന്താടാ പകരം വീട്ടുന്നതിനെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കുവാണോ? ഞാൻ അമ്മയ്ക്ക് ക്ലാസ് എടുക്കാനോ? പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അമ്മയെന്നല്ലേ ഞാൻ കണ്ടുപിടിച്ചത്. ബുദ്ധിപരമായി നന്ദനെയും ദേവികയെയും അമ്മയുടെ കമ്പനിയിൽ എത്തിച്ചത് പകരം ചോദിക്കലിന്റെ ആദ്യപടി അല്ലായിരുന്നോ? നന്ദനെയും ദേവികയും തമ്മിൽ തെറ്റിച്ചതും ദേവികയെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയതും ത്യാഗരാജനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ നടത്തിയതും ഒക്കെ എന്തിനായിരുന്നു? അമ്മയുടെ ആജന്മ ശത്രുവായ പ്രഭാവതിയോടുള്ള പ്രതികാരത്തിന് വേണ്ടിയായിരുന്നില്ലേ? അമ്മ പറ, പ്രതികാരം അല്ലാതെ വേറെന്തെങ്കിലും ചിന്തയുണ്ടായിരുന്നോ ആ ദിവസങ്ങളിൽ അമ്മയുടെ മനസ്സിൽ? അമ്മയുടെ മോനല്ലേ ഞാൻ. ആ രക്തം എന്റെ ഞരമ്പില്. ഏതൊരു ഘട്ടത്തിൽ അമ്മയുടെ മനസ്സ് മാറി. ദേവികയോടും നന്ദനോടൊക്കെ ഇഷ്ടമായി. അവരോട് ക്ഷമിച്ചു. പ്രഭാവതിക്ക് മാപ്പും കൊടുത്തു, അല്ലേ? പക്ഷെ ഇടയ്ക്ക് വെച്ച് കീഴടങ്ങാൻ എന്നെ കിട്ടില്ല. എന്നോട് ചെയ്തതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ആ കുടുംബത്തെ ഞാൻ പൊളിച്ചടുക്കുമേ. മോനെ, നീ എന്തൊക്കെയായി പറയുന്നേ? ജീവിതകാലം മുഴുവൻ മരിച്ചയാളായി അകത്തിരിക്കേണ്ടി വന്നാലും ശരി, ലക്ഷ്യം കണ്ടിട്ട് ഞാൻ അടങ്ങൂ. അതിനാരുടെയൊക്കെ സഹായം കിട്ടുമോ ആ സഹായമൊക്കെ ഞാൻ വാങ്ങും. ഇസബല്ല എങ്കിൽ ഇസബല്ല, കെവിൻ എങ്കിൽ കെവിൻ. അമ്മയ്ക്ക് സാധിക്കാത്തത് മക്കൾ നേടുമ്പോ അതിൽ അഭിമാനിക്കല്ലേ ചെയ്യേണ്ടതമ്മേ?
നന്ദേട്ടന്റെ കാര്യത്തില് അടുത്തിനി എന്താ ചേച്ചിയുടെ പ്ലാൻ? അച്ഛൻ ഡിസ്ചാർജ് ആയിക്കോട്ടെ, എന്നിട്ട് നന്ദുമായിട്ട് തന്നെ സംസാരിക്കണം. ഇതെവിടെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കാൻ പറ്റും? നോക്കാം. ദേ, അച്ഛൻ. അച്ഛാ. മാധവൻ കിടക്കുന്ന റൂം അവിടെയാണല്ലേ? ആ അതെ അച്ഛാ. മാധവൻ എങ്ങനെയുണ്ട് മോളെ? നല്ല വ്യത്യാസമുണ്ട് അച്ഛാ. ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. നന്ദന്റെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാധവന് നല്ല വിഷമം ഉണ്ടാവുമല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. അച്ഛൻ നന്ദുവിന്റെ നല്ല കാര്യങ്ങളൊക്കെയാ പറയുന്നേ. നന്ദേട്ടൻ എന്താ പറയുന്നേ? അവനിപ്പോ ഒരു യഥാർത്ഥ മനുഷ്യനായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ രഹസ്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ അവന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട്. ആരെയും പേടിച്ച് നിൽക്കണ്ടെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങിയ തെറ്റുകൾ ചെയ്യേണ്ടെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ശാന്തതയും അവനുണ്ട്. നിയമത്തിന് മുന്നിലെല്ലാം തുറന്നു പറഞ്ഞ് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായ അവൻ നിൽക്കുന്നത്. നമ്മളോടും വീടിനോടും ഒക്കെ അവന് സ്നേഹം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടില്ല. നന്ദുവിന്റെ കാര്യത്തിൽ അച്ഛൻ എന്ത് തീരുമാനിച്ചു? എത്രയൊക്കെ ആദർശം പറഞ്ഞാലും ന്യായവും നീതിയും പറഞ്ഞാലും അവനെന്റെ മകനാ. അച്ഛനും അമ്മയും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് കുഴപ്പം വരാതിരിക്കാൻ അച്ഛനമ്മമാർ ചിലപ്പോഴൊക്കെ തെറ്റിന് കൂട്ടുനിന്ന് പോകും. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ അച്ഛനും സാമൂഹ്യ പ്രവർത്തകനും തമ്മിൽ വടംവലി നടന്നു. അവസാനം മകനായാലും ശരി, തെറ്റിന് ശിക്ഷ കിട്ടുക തന്നെ വേണമെന്ന തീരുമാനത്തിലെത്തി. മോളെന്തു പറയുന്നു? അച്ഛൻ പറഞ്ഞത് തന്നെയാ എന്റെ അഭിപ്രായം. നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ പോട്ടച്ച. പക്ഷെ അതിനൊക്കെ മുൻപ് യഥാർത്ഥത്തിൽ എന്താ നടന്നെന്ന് വ്യക്തമാകണ്ടേ? അതെ, നടന്ന കാര്യമൊക്കെ നന്ദു പറഞ്ഞെങ്കിലും എന്തായാലും നന്ദുവായിട്ട് ഒന്നും കൂടെ സംസാരിച്ച് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തണം. നമസ്കാരം സാർ. സാർ വരുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇപ്പൊ വന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കാണാൻ ഞാൻ വരണ്ടേ? എൻ്റെ ദേവിക മോളുടെ അച്ഛനല്ലേ ആശുപത്രിയിൽ കിടക്കുന്നത്? പക്ഷേ ബന്ധങ്ങളും അവസ്ഥകളൊക്കെ മാറിയില്ലേ സാർ? മരുമോളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞോട്ടാ മോളെ. രാധികയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പെൺമക്കളുടെ അമ്മമാർ അനുഭവിക്കുന്ന വേദനയാ രാധിക പറയുന്നത്. രാധിക സമാധാനിക്കും, എല്ലാം നന്നായി അവസാനിക്കും. എനിക്ക് തോന്നുന്നില്ല സാർ. ഓരോ പ്രാവശ്യവും എല്ലാം ശരിയാവുമെന്ന് കരുതും. പക്ഷേ പ്രശ്നങ്ങൾ വഷളാവുന്നതല്ലേ ഉള്ളൂ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാധവേട്ടൻ ആശുപത്രിയിലായത് എങ്ങനാ? നന്ദൻ അടിച്ചു വീഴ്ത്തിയതല്ലേ? അമ്മേ, നമ്മൾ കേട്ടതിൽ പലതും സത്യമായി കൊള്ളണമെന്നില്ല രാധികെ. ഏതായാലും ഞാൻ മാധവനെ ഒന്ന് കാണട്ടെ. അച്ഛൻ വരൂ. ഈ അമ്മയുടെ ഒരു കാര്യം അങ്കിളിന് വിഷമായി കാണില്ലേ?
മറ്റുള്ളവരുടെ വിഷമം മാത്രം നോക്കിയാൽ മതിയോ? നമ്മുടെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല. സാർ എന്നെ കാണാൻ വന്നത് തന്നെ വലിയ സന്തോഷം. നേരത്തെ ഞാൻ എത്തേണ്ടതായിരുന്നു. സോറി. അയ്യോ, സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ എന്നെ അന്വേഷിച്ച് വന്നത് തന്നെ വലിയ കാര്യമല്ലേ? അങ്ങനെയൊന്നും പറയാതെ മാധവ. നമുക്കിടയിൽ വലിയവരും ചെറിയവരൊന്നുമില്ല. നമ്മൾ ഒരേ മനസ്സുള്ളവരല്ലേ, തുല്യരാ. സാർ രാധികയെ കണ്ടായിരുന്നു? കണ്ടച്ച, അമ്മ പുറത്തുണ്ട്. രാധിക എന്തെങ്കിലും പരിഭവം പറഞ്ഞിട്ടുണ്ടാവും. സാറ് ക്ഷമിക്കണം. ഹാ, മാധവൻ എന്തൊക്കെയായി പറയുന്നത്? ഇനി അഥവാ പരിഭവം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ കുഴപ്പം? നിങ്ങളുടെ മകൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ. ആ സാഹചര്യത്തിൽ പരിഭവവും വിഷമവും ദേഷ്യവും ഒക്കെ സ്വാഭാവികമല്ലേ. പിന്നെ മാധവന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണക്കാരൻ ആരാ? നന്ദമ്മനെ കുറ്റപ്പെടുത്തരുത്. അവൻ അറിയാതെ സംഭവിച്ചതാ. നന്ദൻ എൻ്റെ മോളോട് ശരിയായ രീതിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ തല പൊട്ടിയത് നന്ദന് പറ്റിയൊരു കൈപ്പിഴയാ. അത് ഞാൻ എവിടെയും പറയും. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും നന്ദമ്മൻ അതിൽ വിഷമമുണ്ടാവുമല്ലേ? പല കാര്യങ്ങളിലും പെട്ട് അവനാകെ തകർന്നിരിക്കുക മാധവ. ജീവിതം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടി ആയിരിക്കില്ലല്ലോ പോകുന്നത്. അത് സത്യ. മോനോട് പറയണം വിഷമിക്കരുതെന്ന്. ഞാൻ പറയാം. ഇവിടെ എന്നെ കാണാൻ നന്ദന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വന്നോട്ടെ. എനിക്കൊരു വിരോധമില്ല. ദേവികയായിട്ട് അകന്നു നിൽക്കുന്നതും ഇതുമായിട്ട് കൂട്ടിക്കലർത്തൊന്നുമില്ല. അവൻ ഇങ്ങോട്ട് വരാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല മാധവ. എന്താ 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 സാർ? ഒരുപാട് കാരണങ്ങളുണ്ട് മാധവ. സാർ, എന്താ മാധവ? നമ്മുടെ മക്കള് തമ്മിൽ ഒന്നിക്കില്ലേ? അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ലേ? നമുക്ക് പേരക്കുട്ടികളെ കണ്ട് സന്തോഷിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കില്ല സാർ. മാധവ, സാധാരണ നമ്മൾ പറയാറില്ലേ, നമ്മൾ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവം കൈവിടില്ല എന്ന്. അങ്ങനെ സമാധാനിക്കാം, എല്ലാം നേരെയാവും. എന്നാലും നന്ദൻ ഇങ്ങനെ മാറിപ്പോയത് എന്തുകൊണ്ടാ സാർ? ഒരു നല്ല കുട്ടിയാ നന്ദൻ. അവൻ സ്വയം വഴിതെറ്റില്ല, ആരോ വഴിതെറ്റിച്ചതാ. അവൻ ശരിയായ വഴിയിൽ നടന്നു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. ആണോ സാർ? ഈശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. നല്ലത് സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സംസാരിക്കാനുണ്ട് മാധവ. വിശ്രമിക്കേണ്ട സമയത്ത് ഞാൻ വന്ന് കുറേ സംസാരിച്ചു. സാറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഭാരം അങ്ങ് മാറി സാർ. എവിടെയോ ഒരു പ്രതീക്ഷ കിട്ടുകയും ചെയ്തു. മോളെ, സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. ഓ, ഒന്നും വേണ്ട.
ക്യാൻറ്റീനിൽ നിന്ന് ചായ വാങ്ങിക്കട്ടെ അച്ഛാ? വാങ്ങിക്കുമോളെ, ചെല്ല്. ആ, ഞാനിപ്പോ വരാം അച്ഛാ. മാധവ, മകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. ഈശ്വര, എല്ലാം നന്നായി വരണേ. സാറൊന്നിരിക്കെ. ഞാൻ ഇരുന്നോളാം. ഗുഡ് മോർണിംഗ് ആന്റി. ആ ഗുഡ് മോർണിംഗ്. നന്ദനില്ലേ ആന്റി? നന്ദനുണ്ട്, പക്ഷേ അവനല്പം വിഷമിച്ചിരിക്കുക. ആന്റി, ഞങ്ങൾ അറിഞ്ഞു. ആ ഋഷിയുടെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നന്ദൻ തല്ലിയത് അബദ്ധത്തില് ദേവിയുടെ അച്ഛന് കൊണ്ടു. ആളിപ്പോ മുറിവേറ്റ ആശുപത്രിയിലാണല്ലേ? ആന്റി വിഷമിക്കാതെ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ദേവിക ഇനി പ്രശ്നം ഉണ്ടാക്കുമെന്നോ ചോദിക്കാൻ വരുമോന്നൊക്കെയുള്ള ടെൻഷനാണോ അവന്? ഞങ്ങളുണ്ട് ആന്റി അവന്റെ കൂടെ. ഞങ്ങളുള്ളപ്പോ ആരും അവനെ വിഷമിപ്പിക്കാൻ സമ്മതിക്കില്ല. നന്ദനെ മാത്രമല്ല, നന്ദന്റെ വീട്ടുകാരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ദേവിക അവൾക്ക് തോന്നിയതുപോലെയല്ലേ ചന്ദ്രോത്ത് നിന്നും നന്ദനെ വിട്ടു പോയത്. അപ്പൊ അതിന് അവൾക്ക് വിഷമമൊന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ ദുഃഖിച്ചു വരട്ടെ, ഞാൻ ചോദിച്ചോളാം. ആന്റി, ഞങ്ങൾ നന്ദനൊന്ന് കാണട്ടെ. പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി ഫ്രഷ് ആക്കാം. ഇവിടെ ഇങ്ങനെ അടച്ചിരിക്കണ്ട. വാബല്ല. കെവിൻ, എന്താ ആന്റി? ആന്റിക്ക് വേറെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ദേവികയുടെ അച്ഛന്റെ കാര്യം ഓർത്തല്ല അവനിപ്പോ വിഷമിച്ചിരിക്കുന്നത്. പിന്നെന്താ? ഋഷിയുടെ പ്രശ്നത്തിലാ. ഋഷിയുടെ കാര്യം വിട്ടേക്കാൻ പറഞ്ഞതല്ലേ? ആ രഹസ്യം ലോകത്തിൽ ഒരാളും അറിയാൻ പോകുന്നില്ല. പോരെ? വൈകാതെ എല്ലാരും അറിയുമെന്നാ തോന്നുന്നേ. എന്താ ആന്റി? നന്ദൻ ഋഷിയെ കൊന്നെന്നുള്ള കാര്യം ദേവികയോട് അവൻ തന്നെ വിളിച്ചു പറഞ്ഞു. ദേവിക മാത്രമല്ല, സിദ്ധു അറിഞ്ഞു. ആന്റി എന്താ ഈ പറയുന്നേ? അതേ മോളെ, നമ്മൾ മാത്രം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം നന്ദൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ആന്റി, മാധവന്റെ കാര്യത്തിൽ നന്ദനോട് ചോദിക്കാൻ ദേവിക രണ്ടും കൽപ്പിച്ചു വന്നതാ. പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്കാ നന്ദനൊക്കെ വിളിച്ചു പറഞ്ഞത്. ദേവികയും സിദ്ധുവും ഒക്കെ അറിഞ്ഞു. അടുത്തിനി എന്തു വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. നന്ദൻ ആകെ തകർന്നിരിക്കുക. അവനിതെന്ത് പണിയാ കാണിച്ചേ? ഏറ്റവും കുറഞ്ഞത് ഞങ്ങളോടെങ്കിലും ഒന്ന് ആലോചിക്കണ്ടായിരുന്നു. എന്തൊക്കെയാ അവൻ വരുത്തി വെക്കാൻ പോകുന്നറിയോ? ബെല്ല, അവൻ ധൈര്യത്തോടെയാ നിന്നത്. അവള് ദേവിക വളരെ പക്വതയോടെയൊക്കെ നേരിട്ടെ. നന്ദനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു.
അവള് നന്ദനോട് സംസാരിച്ചെന്നോ? ഈ വാർത്ത അറിഞ്ഞ് ദേവിക പതറിപ്പോയി. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തായാലും നന്ദനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തായാലും നമുക്ക് നന്ദനെ ഒന്ന് കാണാം.